നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അനായാസന മരണം അത് ഞാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രം. ഇനി എന്റെ കുഞ്ഞിനെ കാണാതിരുന്നാൽ ഞാനത് ആഗ്രഹിക്കും. അവനില്ലാത്ത ലോകം എനിക്കും വേണ്ട. മുത്തശ്ശി എന്ത് ഭ്രാന്തായി പറയുന്നേ? അവ ഇല്ലെന്നോ? അവൻ അതിന് എങ്ങും പോയിട്ടില്ലല്ലോ. എന്നിട്ട് എവിടെ? ഞാൻ കാണുന്നില്ലല്ലോ. അവനെ ഞാൻ കൊണ്ടുവരും. പക്ഷെ മുത്തശ്ശി ഈ കാണിക്കുന്ന വെപ്രാളം ഇനി ആവർത്തിക്കരുത്. ഇനി ഞങ്ങളോട് പറയാതെ എങ്ങോട്ടും പോകരുത്. മുത്തശ്ശി പെണ്ണും ചെറുക്കനില്ലാതെ എങ്ങനെ കല്യാണം ഉറപ്പിക്കുന്നേ? ആരെങ്കിലും കേട്ടാ എന്ത് വിചാരിക്കും? എനിക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കും, അത്രേ ഉള്ളൂ. ഞാനതൊക്കെ സഹിക്കും. ഭ്രാന്ത് പിടിക്കാതിരിക്കാനാ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ. ഞാൻ കല്യാണം ഉറപ്പിക്കും. നിശ്ചയിച്ച തീയതി തന്നെ നടത്തുകയും ചെയ്യും. അതിനു മുമ്പ് പെണ്ണിനെയും ചെക്കനെ എന്റെ മുന്നിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാ. അതിന് പാങ്ങുള്ളവര് മാത്രം എന്റെ കൂടെ നിന്നാ മതി. അല്ലാത്തവർക്ക് എന്നെ ഉപേക്ഷിക്കാം. മുത്തശ്ശിക്ക് ഭ്രാന്താണെന്ന് പ്രസ്താവിച്ച് രക്ഷപ്പെടുകയും ചെയ്യാം. മുത്തശ്ശി വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്റെ ആദിമോനില്ലാത്ത വീട് എനിക്കിപ്പോ വീടല്ല, നോവിക്കുന്ന ഓർമ്മകളുള്ള ഒരു കെട്ടിടം മാത്രം. ഒരുപാട് കാലം എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മനസ്സുകൊണ്ട് നിന്റെ കാൽക്കൽ വീണ് ഞാൻ യാചിക്കുക. എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചതാ. അവൻ ആഗ്രഹിച്ച പോലെ ആ പെൺകുട്ടിക്കൊപ്പം അവനൊരു ജീവിതം കൊടുക്കുന്നത്. എന്താ മുത്തശ്ശി ഇത്? കരയല്ലേ? ഒരവസരം കൂടി എനിക്ക് താ. നമ്മുടെ ആദ്യം ഞാൻ കൊണ്ടുവരും. മുത്തശ്ശിയുടെ പഴയ ആദിയെ, ആ വീറും ചുണയുള്ള ആദിയെ. എന്താ പോരെ? എന്നാ വാ, വീട്ടിലേക്ക് പോ. മുത്തശ്ശി വിഷമിക്കില്ലേ? എല്ലാം ശരിയാവും. ഞാനല്ലേ പറയുന്നേ. കേറ് മുത്തശ്ശി. മുത്തശ്ശി പൂജയുടെ വീട്ടിൽ പോയ കാര്യമൊന്നും അവിടെ ചെന്ന് പറയണ്ട. നമ്മൾ തമ്മിൽ കണ്ടത് ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വഴിയാ.